ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. ആ മഴ പെയ്തതിന്റെ ഒക്കെ ഒരു സന്തോഷത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞേ. എല്ലാവരും ഒന്ന് ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ. കുറച്ചുകൂടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ വേണ്ടി പറയുകയാണ്, വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇനി ഇരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ അനുവാദം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണം എന്നതാണ്. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഉറക്കെ പറഞ്ഞേ. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രൂപാന്തരീകരണമാണ്. എന്താണ് രൂപാന്തരീകരണം? നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് രൂപാന്തരീകരണം. ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്? ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്? ആയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കേണ്ട അവസ്ഥ ഏതാണ്? ആയിരിക്കേണ്ട അവസ്ഥയാണ് ഈ മുമ്പിലിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആയിരിക്കേണ്ട അവസ്ഥയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ദൈവം ഈശോയെ കാണിച്ചു തന്നിട്ട് പിതാവായ ദൈവം ലോകത്തെ പഠിപ്പിച്ചു ദൈവം എങ്ങനെയാണെന്ന്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ദൈവം എങ്ങനെയാണെന്ന് ലോകത്തെ പഠിപ്പിച്ചതാരാണ്? ഈശോയാണ്. മനുഷ്യൻ എങ്ങനെയായിരിക്കണം, മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ചതാരാണ്? അതും ഈശോ തന്നെയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം? പൂർണ്ണനായൊരു മനുഷ്യൻ, പൂർണ്ണത പ്രാപിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? അതിന്റെ ഒരു സ്ഥിതി എന്താണ് എന്ന് ലോകത്തെ പിതാവായ ദൈവം പഠിപ്പിച്ചത് എന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. കൈയടിച്ച കർത്താവിന് നന്ദി. ഉറക്കെ വിളിക്കാം ഈശോയേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം, അടിസ്ഥാനപരമായ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് ആദ്യമായിട്ട് ആവിലയിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ? ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ ഉണ്ട്, കുറച്ച് പേരുണ്ട്. നല്ല കാര്യം, എല്ലാവരെയും സ്വാഗതം ചെയ്യും. കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തായാലും ചൂടൊക്കെ മാറിയതിന്റെ സന്തോഷത്തില്, മഴയൊക്കെ പെയ്തതിന്റെ സന്തോഷത്തില്, ഇനി കുറച്ച് നാൾ ഈ മഴ പെയ്യുന്നോണ്ട് റബ്ബർ വെട്ടാൻ പറ്റില്ലല്ലോ എന്നതിന്റെ സന്തോഷത്തില് അല്ലേ എല്ലാവരും ഒരുമിച്ച് വീണ്ടും നിറഞ്ഞിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. യെസ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാണ്. നമ്മൾ പറഞ്ഞു, ആർക്കാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? വെറുതെ വീട്ടിൽ കിടന്നുറങ്ങുന്നവന് രൂപാന്തരീകരണം സംഭവിക്കുമോ? അവധിയാണ്, 9 മണിവരെ കിടന്നുറങ്ങാം, 10 മണിവരെ കിടന്നുറങ്ങാം, പിന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം വയറ് നിറയെ തിന്നിട്ട് വീണ്ടും കിടന്നുറങ്ങാം, മൊബൈൽ കളിക്കാം, കിടന്നുറങ്ങാം. ഇങ്ങനെ പോകുന്നവന് വല്ല രൂപാന്തരീകരണം സംഭവിക്കോ? അവനൊരു രൂപാന്തരീകരണം സംഭവിക്കും. അവൻ വെറുതെ ചേർത്ത് വരും. ഹല്ലേലൂയ. ഇല്ലേ? അവന് വയറൊക്കെ ചാടി, തടിയൊക്കെ കൂടി സ്കൂളിൽ പോകുമ്പോ പിന്നെയും പ്രശ്നമാവും. അപ്പൊ അവന് പല രൂപാന്തരീകരണങ്ങളും സംഭവിക്കും, അല്ലെങ്കിൽ അവൾക്ക് പലതും സംഭവിക്കും. ആ രൂപാന്തരീകരണമല്ല, നമ്മൾ ഈശോയെ എങ്ങനെയാണ് ഈ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ കൂടുതൽ അതിന്റെ നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നില്ല. ഈശോയെ എന്ന് കുറച്ച് ലേറ്റ് ആണ്.
വണ്ടി ലേറ്റായിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി നമുക്കുള്ള ഒരു മാർഗമാണ് വിശ്വാസം. വിശ്വാസത്തിലൂടെ നമ്മൾ ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രത്യാശയിലൂടെ നമ്മൾ ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിലൂടെ ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? പ്രാർത്ഥനയിലൂടെ ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. സാക്ഷ്യം നൽകുന്നതിലൂടെ ഈശോയെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ വരെ പറഞ്ഞു നിർത്തിയത് സഹനത്തിലൂടെ നമ്മൾ ഈശോയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 6 കാര്യങ്ങളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈശോയെ ആസ്വദിക്കുന്നതിന്റെ 6 വഴികൾ പറഞ്ഞ് 7ാമത്തെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 7ാമത്തെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേൾക്കാൻ സുഖമില്ലാത്ത കാര്യങ്ങളാണ് ഈ 7ാമത്തെ വഴിയിലുള്ളത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു, അല്ലേ? അതിനെന്താ നമുക്ക് വിശ്വസിക്കാൻ എന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? വിശ്വസിക്കല്ലേ വേണ്ടത്, ഒരു കുഴപ്പമില്ല. പ്രത്യാശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് കേട്ടപ്പോ എന്തെങ്കിലും വിഷമം തോന്നിയോ? ഒരു വിഷമം തോന്നി. ഇനി സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും വിഷമം തോന്നിയോ? വിഷമോ? അതല്ലേ അച്ഛ വേണ്ടത്, അല്ലേ? സ്നേഹിക്കുക എന്ന്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വിഷമം തോന്നിയോ? ഇല്ല. അതിനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? വേറെ വല്ലതിനാണോ? അല്ല. അതിനും ഒരു വിഷമം തോന്നിയിട്ടില്ല. പിന്നെ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വിഷമം തോന്നിയോ? ഇല്ല. പ്രത്യേകിച്ച് നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് സാക്ഷ്യം, മറ്റുള്ളവര് സാക്ഷ്യം പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ക്രിസ്ത്യാനികളായത്, അല്ലേ? ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് കൊണ്ടും മറ്റുള്ളവർ നമ്മളെ ക്ഷണിച്ചത് കൊണ്ടും. കഴിഞ്ഞ ദിവസം ഒരു ത്രേസ്യ ചേച്ചി വന്നിട്ട് പറഞ്ഞു, എന്നോട് ഒരു സഹോദരി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആരാണ് ചേച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ചേച്ചി പറഞ്ഞു, ഈ കമലാക്ഷി അമ്മയാണ് ഈ ത്രേസ്യാമ്മ ചേച്ചിനോട് പറഞ്ഞത് ഒരു പള്ളിയുണ്ട് നമുക്ക് പോകാമെന്ന്. ചേച്ചിയുടെ പേരെന്താണ്? ത്രേസ്യാമ്മ. ഓ, അമ്മ ത്രേസ്യയുടെ പേരാണല്ലോ. പക്ഷെ കമലാക്ഷി അമ്മയാണ് ഈ ത്രേസ്യാമ്മ ചേച്ചി. അപ്പൊ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സാക്ഷ്യം പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ സാക്ഷ്യം പറയണം. പലരും നിങ്ങളിങ്ങനെ സാക്ഷ്യം പറഞ്ഞത് കൊണ്ടാണ് ഓരോ ആഴ്ചയിലും ഈ ആലയം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കൈയടിച്ചു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ഒരു 100 പേരെയെങ്കിലും ഞാൻ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കാലത്ത് നിങ്ങൾ എഴുന്നേക്കാൻ ഇത്തിരി വൈകിപ്പോയാലും നിങ്ങൾ പേടിക്കണ്ട. ഈ ഉടമ്പടി അങ്ങനെ തെറ്റിപ്പോകുന്ന ഉടമ്പടിയല്ല. നിങ്ങൾക്ക് എപ്പോ വേണേലും, കാലത്തോ ഉച്ചക്കോ വൈകുന്നേരമോ, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്യാവുന്നതാണ്. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ അതൊരു കാര്യം മനസ്സിലിരിക്കട്ടെ. ഇനി നമ്മൾ പറഞ്ഞു, അപ്പോൾ സാക്ഷ്യം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? സഹിക്കുന്നതിനെ കുറിച്ച്. സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കും. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ല. കാരണം എന്താണ്? നമുക്കിപ്പോ തന്നെ എന്തുണ്ട്? സഹനമുണ്ട്. ഈ സഹനം ലാഭമാണെന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഈ സഹനം നമ്മൾക്ക് ലാഭമാവുകയും ഈ സഹനത്തിലൂടെ നമുക്ക് ഒരു ലാഭമുണ്ടാവുകയും ചെയ്യും എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയോ? അപ്പൊ ഈ കഴിഞ്ഞ 6 കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം പറഞ്ഞതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും കേട്ടപ്പോ നമുക്കൊരു വിഷമവും തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ കേൾക്കുമ്പോൾ വിഷമം തോന്നാനിടയുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ, ഒരു ഓപ്പറേഷൻ പതുക്കെ പതുക്കെയാണ്. നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ വിഷമം തോന്നുന്നു വിചാരിച്ചിട്ട് വിഷമം തോന്നുന്നില്ലല്ലോ, വിഷമം തോന്നുന്നില്ലോ എന്ന് പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ വചനം പ്രിയപ്പെട്ടവർ എഴുതി വെച്ചോ. 2 കൊരിന്തോസ് 3:16.
എന്താണ് വചനം? ഏതാണ്? 2 കൊരിന്തോസ് 3:16 വായിച്ചേ. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. വലതുകരം എടുത്ത് വീശിക്കൊണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകരുത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. മൂടുപടമുണ്ടാകരുത്. മൂടുപടമണിയാത്ത മുഖത്തോടുകൂടെയാണ് നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൂടുപടം നീക്കപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് തിരിയണം. കർത്താവിലേക്ക് തിരിയുമ്പോൾ അതൊരു പ്രോസസ്സാണ്. കർത്താവിലേക്ക് തിരിയുക എന്ന് പറയുന്നത് ഒരു നിരന്തരമായ പ്രക്രിയയാണ്. ഈ പ്രക്രിയയ്ക്ക് ഒരു കാര്യം, അപ്പോൾ ഈ തിരിയണമെങ്കിൽ, കർത്താവിലേക്ക് തിരിയണമെങ്കിൽ ലോകത്തിൽ നിന്ന് പിന്തിരിയണം. അച്ഛൻ ആവർത്തിച്ച് പറയട്ടെ, കർത്താവിലേക്ക് തിരിയണമെങ്കിൽ ലോകത്തിൽ നിന്ന് പിന്തിരിയണം. നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് തിരിയണമെങ്കിൽ ഈ കണ്ണിനെ ലോകത്തിൽ നിന്ന് പിന്തിരിക്കണം. ലോകത്തിൽ തന്നെ കണ്ണ് വെച്ചുകൊണ്ട് കർത്താവിനെയും കണ്ണ് വെക്കാമെന്ന് നമ്മൾ വ്യാമോഹിക്കരുത്. ഒരേ സമയം തന്നെ അതും ഇതും സ്വന്തമാക്കാമെന്ന് കരുതരുത്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം 7ാമത്തെ വഴി, പരിത്യാഗത്തിന്റെ വഴിയിലൂടെ കർത്താവിനെ ആസ്വദിക്കണം എന്നതാണ്. വിശ്വാസത്തിന്റെ വഴി എന്നതുപോലെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും സാക്ഷ്യത്തിന്റെയും സഹനത്തിന്റെയും വഴി എന്നതുപോലെ 7ാമത്തെ വഴി പരിത്യാഗത്തിന്റെ വഴിയാണ്. കർത്താവിലേക്ക് തിരിയുന്നവരാണ് കർത്താവിനെ കാണുന്നത്, കർത്താവിനെ ആസ്വദിക്കുന്നത്, കർത്താവിന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നത്, ആ രൂപാന്തരീകരണത്തിന്റെ ഫലമായ മഹത്വം സ്വന്തമാക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് വ്യക്തമാണ്. കർത്താവിലേക്ക് തിരിയണമെങ്കിൽ ലോകത്തിൽ നിന്ന് പിന്തിരിയണം. എന്റെ കാതുകൾ കർത്താവിന്റെ വചനത്തിലേക്ക് തിരിയണമെങ്കിൽ ഈ കാതുകളെ ലോകത്തിന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് പിന്തിരിക്കണം. അങ്ങനെ പിന്തിരിക്കാൻ വേണ്ടിയാണ് കണ്ണും കാതും ലോകത്തിൽ നിന്ന് പിന്തിരിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നതെന്നോർത്ത് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ശാലോം TV കാണണമെങ്കിൽ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന മഴവിൽ മനോരമ ഓഫ് ചെയ്യണം. ക്ലിയറായി? അല്ലെങ്കിൽ ഗുഡ്നസ് TVയോ ഷക്കീനയോ കാണണമെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടി ഒപ്പം കാണാൻ, ഒരു TV ഒപ്പം കാണാൻ പറ്റും. അത് ഒപ്പം കാണുന്ന 2 TV മേടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് ക്ലിയർ അല്ലേ? അത്ര ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപരാധം എന്ന് പറയുന്നത് ഒരു ടിവിയിൽ തന്നെ 3-4 ചാനലുകൾ ഒപ്പം കാണാൻ വേണ്ടി പരിശ്രമിച്ച് ഒന്നിലും ഒരു സന്തോഷമില്ലാത്തവരായി മാറുകയാണ് അല്ലേ? ഒരെണ്ണം കണ്ടു കഴിയുമ്പോ അടുത്തത് പകുതി അങ്ങനെ ചില പിള്ളേരുണ്ട് ഇല്ലേ? നമ്മൾ കുറച്ചിപ്പോ പ്രായമുള്ള എന്തെങ്കിലും ഒരെണ്ണം മര്യാദക്ക് വെക്കെന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ചില പിള്ളേര് അത് വന്നിട്ട് അടുത്തത് എടുത്തു വെക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ അവന്റെ കയ്യിലാണ് ഈ സാധനം. അത് മേടിച്ച് അവൻ കടന്ന് ഉരുളും, അല്ലെങ്കിൽ അവിടെ കടന്ന് ഉരുളും, എന്തെങ്കിലും അവിടെ സമാധാനം ഉണ്ടാകും. അപ്പൊ കിട്ടിയത് കാണാൻ വിചാരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന്, ലോകത്തിൽ നിന്ന് പിന്തിരിയാതെ കർത്താവിന്റെ ആ വലിയ വിരുന്നിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എളുപ്പം ഗ്രഹിക്കാവുന്ന ഒരു വചനഭാഗം പറഞ്ഞ് അച്ഛൻ ഈ യാത്ര തുടങ്ങുക.
ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം ലൂക്ക 14-15 മുതലുള്ള തിരുവചനങ്ങൾ ഈശോ വളരെ ലളിതമായ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. എന്തായാലും കല്യാണത്തിന്റെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കല്യാണത്തിന് പോകേണ്ട പലരും കല്യാണത്തിനൊക്കെ വ്യാഴാഴ്ച എവിടെ വെച്ച് കല്യാണം വെച്ചാലും വ്യാഴാഴ്ചയാണ് കല്യാണം വെക്കുന്നത്. അതുകൊണ്ട് പലർക്കും വരാൻ പറ്റുന്നില്ല. ഇനി കല്യാണം വ്യാഴാഴ്ച വിളിച്ചാൽ നിങ്ങൾ പറയണം വ്യാഴാഴ്ച ആണെങ്കിൽ ഞങ്ങൾ വരില്ല, നേരത്തെ പറഞ്ഞാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിരുന്നിന്റെ ഉപമ ഈശോ പറഞ്ഞു തുടങ്ങുകയാണ്. അച്ഛൻ വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ആരാണ് ഭാഗ്യവാന്മാർ? ദൈവരാജ്യത്തിന്റെ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അയാളുടെ ഒരു ചിന്തയാണ്. എത്ര മനോഹരമായ ഒരു ചിന്തയാണ്. ചോറ് നിന്നുകൊണ്ടിരിക്കുമ്പോ, കല്യാണം കൂടിക്കൊണ്ടിരിക്കുമ്പോ അയാൾ ചിന്തിക്കുന്നത് സ്വർഗരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് കൈയടിക്കാം. നമ്മൾ എവിടെയെങ്കിലും പോയി കുഴിമന്തി കഴിക്കുമ്പോ സ്വർഗരാജ്യത്തിൽ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു, ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സദ്യയ്ക്ക് ക്ഷണിക്കപ്പെടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ക്ഷണിച്ചില്ലെങ്കിൽ നമ്മൾ പരിഭവം പറയാറുണ്ട്. എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മച്ചി വീട്ടിൽ പറഞ്ഞതാണ്. അതായത് വീട്ടിലെ അപ്പച്ചന്റെ 7ാം ചരമദിനത്തിന് ഞങ്ങൾ ആരെയും വിളിച്ചില്ല. ശരിക്കും പറഞ്ഞു, ആരെയും വിളിക്കാതെ കാലത്ത് 7 മണിയുടെ കുർബാനയൊക്കെ നടത്തി തിരിച്ചു പോന്നു. പിറ്റേ ദിവസം അമ്മച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്കൊരു തോന്നല്, ഇവര് മിണ്ടാതിരിക്കുന്നത് ഇന്നലെ വിളിക്കാതിരുന്നത് കൊണ്ടായിരിക്കും. ആരെയും വിളിച്ചിട്ടില്ല. എല്ലാവരോടും പറയാൻ പറ്റുമോ നിങ്ങളെ വിളിക്കാതിരുന്ന ആരെയും വിളിക്കാതിരുന്നോണ്ടാണെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിളിക്കപ്പെട്ടിട്ടില്ല എന്നത് നമ്മുടെ ഒരു പരിഭവമാണ്. ഇവിടെ വിളിക്കപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുകയാണ്. ഒന്നാമൻ പറഞ്ഞു, വിളിക്കപ്പെട്ടതിൽ ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. അവന് കല്യാണത്തിന് വരാൻ പറ്റില്ല. അവന് ഈ വില കൂടിയ വളരെ വിശിഷ്ടമായ ഈ വിവാഹത്തിന് പോകാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അവനൊരു വയൽ വാങ്ങി, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, അത് പോയി കാണേണ്ടിയിരിക്കുന്നു. അച്ഛൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്ഥലം കാണാതെയാണോ സ്ഥലം മേടിക്കുന്നത്? നേരത്തെ കണ്ടിട്ടല്ലേ ഇത് മേടിക്കുന്നത്. അപ്പൊ വീണ്ടും കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പോയി ഒന്ന് കാണണം. ഇത് ഞാൻ മേടിച്ച സ്ഥലമാണ്, അതിന്റെ 4 അതിരിൽ കൂടെ ഒന്ന് നടക്കണം. അപ്പോൾ ഇവൻ ഈ വയൽ വാങ്ങിച്ചു എന്നത് ഇപ്പോൾ ആ വിവാഹത്തിന് പോകാൻ തടസ്സമായി നിൽക്കുകയാണ്. വളരെ പ്രായോഗികമായിട്ട് ചോദിച്ച, ചേട്ടാ ഇന്ന് കല്യാണത്തിന് പോകും, നാളെ പോയി സ്ഥലം കണ്ടാ പോരെ? അത് പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. ചില ആളുകൾക്ക് കാലത്ത് കുർബാനയ്ക്ക് വരാൻ പറ്റാത്തതിന്റെ കാരണം സ്ഥലമുള്ളതാണ്. ടാപ്പിങ്ങിന് പോകുന്നില്ല, ടാപ്പിംഗ് ഒന്നുമല്ല, കപ്പ അട കുർബാന കഴിഞ്ഞിട്ട് നട്ടാലും പോരെ. അങ്ങനെ പള്ളിയിൽ പോവാതെ അധ്വാനിച്ച് 10 കൊല്ലം നേരത്തെ മരിക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരാള് അടുത്തൊരു സ്ഥലത്ത്, ഇവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്ത് 70ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വേറെ ഭയങ്കര കഠിനാധ്വാനിയായിരുന്നു. എളുപ്പിനങ്ങ് ഇറങ്ങും, മുണ്ട കൊടുത്ത് തോർത്തൊക്കെ കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങി രാത്രി വരെ, കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോ ഇറങ്ങിയ രാത്രി അസ്തമിച്ചാലേ കയറുള്ളൂ. അതുപോലെ അധ്വാനിച്ച് 10-40 ഏക്കർ ഉണ്ടാക്കി. എന്നിട്ട്
70-ാമത്തെ വയസ്സിൽ 80-90 വരെ മര്യാദക്ക് ജീവിക്കേണ്ട ചേട്ടനായിരുന്നു. 70-ൽ തീർന്നു. മര്യാദക്ക് പള്ളിയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് 8 മണി 9 മണിയാകുമ്പോൾ പണിക്കൊക്കെ ഇറങ്ങി അധ്വാനിച്ച് 20 കൊല്ലം കൂടുതൽ ജീവിക്കായിരുന്നില്ലേ? ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇയാൾ ഒരു വയൽ വാങ്ങി, വളരെ പതുക്കാണ് പോകുന്നത്, കാരണം പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ഉണ്ട്. വയൽ വാങ്ങി എന്നുള്ളത്, ഒരു സ്വത്ത് കിട്ടി എന്നുള്ളത് അയാൾക്ക് ഈ കല്യാണത്തിന് പോകാൻ, ഇനി കല്യാണം എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണമാണെന്ന് ഓർക്കുക. ഈ വിരുന്ന് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണെന്നോർക്കുക. ഈ വിരുന്നെന്ന് പറയുന്നത് ദൈവാരാധനയാണെന്നോർക്കുക. ഈ വിരുന്നെന്ന് പറയുന്നത് ആ സ്വർഗീയമായ കൂട്ടായ്മയാണെന്നോർക്കുക. ഈ വിരുന്നെന്ന് പറയുന്നത് ദൈവൈക്യമെന്ന മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമാണെന്നോർക്കുക. നീ ജനിച്ചത് മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ദി അബ്സല്യൂട്ട് ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ആ പരമമായ ഐക്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് നീ ഇവിടെ മേടിച്ചിട്ട 10 സെന്റ് നിനക്കൊരു തടസ്സമാകുന്നുണ്ടല്ലേ? ഇവിടെ നീ വളച്ചു കെട്ടിയ 10-20 ഏക്കർ നിനക്കൊരു തടസ്സമാകുന്നുണ്ടല്ലേ? അതാണ് പറഞ്ഞു വരുന്നത്. നിന്റെ ജോലി, സ്ഥലമെന്ന് പറയുന്നത് ഒരു പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യമാണ്. ജോലി, പണിക്ക് പോണം, വേണം, പോണ്ടേ, അധ്വാനിക്കണ്ടേ, പണം ഉണ്ടാക്കണ്ടേ. പള്ളിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കഞ്ഞി തരും, വ്യാഴാഴ്ച മാത്രം തരുള്ളൂ. അച്ഛൻ ഞങ്ങൾക്ക് ഫീസ് അടക്കാൻ കാശ് തരുമോ? കല്യാണം നടത്താൻ കാശ് തരുമോ? ഇല്ലല്ലോ. പണിയെടുക്കണ്ടേ? വേണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നീ 1-ാം സ്ഥാനത്ത് നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിന് വില കൊടുക്കുന്നുണ്ടോ? വലിയ പ്രധാനപ്പെട്ട. അപ്പോൾ അതിൽ നിന്ന്, ഈ വയലിൽ നിന്ന് നിന്റെ കണ്ണ് പിന്തിരിഞ്ഞാലേ നിനക്ക് ആ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. ഗോട്ട് മീ? ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിലെ ചില വസ്തുക്കളിൽ നിന്ന് പിന്തിരിഞ്ഞാലേ നിനക്ക് കർത്താവിലേക്ക് മൂടുപടമണിയാതെ പോകാൻ പറ്റുകയുള്ളൂ. അടുത്ത ആള് പറഞ്ഞു. അപ്പൊ 1-ാമത്തവൻ പറഞ്ഞു, ഞാൻ വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി. ആദ്യത്തേത് ജീവനില്ലാത്തതാണ്, ഭൂമിയാണ്, കൃഷിയാണ്. ഇനി റിയൽ എസ്റ്റേറ്റ് നടത്താനുണ്ടാവായിരിക്കും, അപ്പൊ എന്തെങ്കിലും ആവട്ടെ. 2-ാമത്തേത് ജീവനുള്ള കുറെ സാധനങ്ങളാണ്. എന്താണത്? 1 ജോഡി. എത്ര ജോഡിയാണ്? 5 ജോഡി കാളകൾ. അപ്പൊ 10 എണ്ണത്തിന് മേടിച്ചിട്ടുണ്ട്, പാവം അല്ലേ? 1 ജോഡി എന്ന് പറഞ്ഞ 2 അല്ലേ? അപ്പൊ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നു. എന്താണെന്നാവോ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്? പരീക്ഷിച്ച് നോക്കാതെയാണ് ചേട്ടന് മേടിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഈ വിരുന്നിനേക്കാൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൈവാരാധനയേക്കാൾ, ദൈവിക വിരുന്നിനേക്കാൾ, ദൈവ സാന്നിധ്യത്തെക്കാൾ, വചനം കേൾക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ കാളകളാണ്. എന്താണ്? അപ്പോ ഈ ലോകത്തിന്റെ കാളകളുടെ പിറകെ പോകുന്ന ചില ആളുകളുണ്ട്. കാളകള് ചില വിഗ്രഹങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതീകമാണെന്ന് വ്യാഖ്യാനിക്കുന്നതിലും തെറ്റില്ല. ഈ ലോകത്തിൽ നിനക്ക് ഈ കാളകളെ ഉഴുതിട്ട് വേണം അവന് ഉണ്ണാനുണ്ടാക്കാൻ, ഉടുക്കാനുണ്ടാക്കാൻ. അപ്പോൾ ഈ കാളകളുടെ പിറകെ നടക്കണം. അല്ലാതെ നിത്യജീവന്റെ വിരുന്നിനേക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് ഈ ലോകത്തിലെ ചില ചലിക്കുന്ന വസ്തുക്കളാണ്. മറ്റേത് ചലിക്കാത്തതാണ്, ഇത് ചലിക്കുന്ന വസ്തുക്കളാണ്. എന്റെ കണ്ണെവിടെയാണ്? ഈ ചലിക്കുന്ന കാര്യങ്ങളിലാണ്, കാളകളിലാണ്. ഹല്ലേലൂയ. എന്റെ കാതെവിടെയാണ്? കാളകളിലാണ്. എന്റെ ഹൃദയം എവിടെയാണ്? കാളകളിലാണ്. കാള എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. നമ്മുടെ ഹൃദയം ഉടക്കി കിടക്കുന്ന, ചലിക്കുന്ന, ജീവനുള്ള ചില വസ്തുക്കളുടെ പ്രതീകമാണ് കാള എന്ന് പറയുന്നത്. ജീവനുള്ള ചിലതിന്റെ ഒക്കെ പ്രതീകങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ജീവനുണ്ട്, പക്ഷെ ഇതിനോട് പറഞ്ഞാൽ അതിനെന്തെങ്കിലും മനസ്സിലാവൂ?
അത് നിന്നോട് എന്തെങ്കിലും സംസാരിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് നിനക്ക് ഉപകരിക്കാത്തത്. ഇനി മൂന്നാമതായിട്ട് ഒരുത്തം പറഞ്ഞു, അത് കുറച്ചും കൂടി കൂടിയ സാധനമാണ്. മൂന്നാമത്തത് എന്താണ്? അപ്പൊ ഗ്രേഡ് കൂടി വരികയാണ്. ആദ്യ സ്ഥലത്തിൽ കണ്ണുടക്കി കിടക്കുന്നവരുണ്ട്. ഒരു 2 പേര് തമ്മിൽ വഴക്ക് നടക്കാണ്. 2 പേര്, ഒരാൾക്ക് 60 ഏക്കറുള്ള ഒരാളും 40 ഏക്കർ ആളുമുള്ള ആളും തമ്മിൽ വഴക്ക് നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഒരു പ്ലാവ് അത് അയാളുടെ പറമ്പിലാണോ ഇയാളുടെ പറമ്പിലാണോ എന്നതാണ് തർക്കം. ഇവിടെ നിന്ന് 1 മണിക്കൂർ താഴെ യാത്ര ചെയ്താൽ എത്താവുന്ന ഒരു സ്ഥലത്തെ നടന്ന സംഭവമാണ് അച്ഛൻ പറയുന്നത്. പഞ്ചായത്തിന്റെ പേര് പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകസഭാ മണ്ഡലം കണ്ണൂർ. ഓക്കെ. അപ്പോൾ 60 ഏക്കറുള്ള ഒരാളും 40 ഏക്കർ ഉള്ള ഒരാളും തമ്മിൽ വഴക്ക് നടക്കാണ്. രൂപതയുടെ പേരാണെങ്കിൽ പറയാം, തലശ്ശേരി അതിരൂപ. ഇനിയിപ്പോ അപ്പൊ വഴക്ക് നടക്കുകയാണ്. വളച്ചു കെട്ടിയിരിക്കുന്ന ആ പ്ലാവ് അപ്പുറത്താണോ ഇപ്പുറത്താണോ, ഇതിന്റെ പേരിൽ കോടതിയിൽ കേസ്. ഇയാൾക്ക് 60 ഏക്കറുള്ള ആൾക്ക് അതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല, മറ്റേ ആൾക്ക് 40 ഏക്കർ കൊണ്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. മാസത്തിൽ 2 പ്രാവശ്യം കോടതി പോവാം. പ്രിയപ്പെട്ടവരെ, ഇതല്ല, ഇതിന്റെ അപ്പുറമുള്ള കഥകൾ നമ്മൾ മലബാറിൽ കേട്ടിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. അത് എന്തുകൊണ്ടാണ്? ഹൃദയം കിടക്കുന്നത് ഇത് തന്നവനിലല്ല, ഇവിടെയാണ് അത് കിടക്കുന്നത്. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ അവനൊരു വയൽ വാങ്ങി. അച്ഛനൊരു ഓർമ്മയുണ്ട്, സണ്ണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം. സണ്ണിച്ചേട്ടന്റെ വീടിന്റെ അടുത്ത് ആരോ സ്ഥലം മേടിച്ചു. സണ്ണിച്ചേട്ടന്റെ ഒക്കെ സഹായത്തോടു കൂടെയാണ് സ്ഥലം മേടിച്ചത്. സ്ഥലം മേടിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോ അയാൾ അളന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ സണ്ണിച്ചേട്ടന്റെ പറമ്പിലിരിക്കുന്ന കിണർ അത് സണ്ണിച്ചേട്ടന്റെ അല്ല, ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സണ്ണിച്ചേട്ടൻ പറഞ്ഞു, എടുത്തോന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഹൃദയം ആ കിണറിലല്ല ഉടക്കി കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും സർവേ ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു, അല്ലെ അത് സണ്ണിച്ചേട്ടന്റെ തന്നെ കിണറാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഹൃദയം ഇവിടെ ഇങ്ങനെ ഉടക്കി കിടക്കാണ്. പലതിലും വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ മനസ്സിലായോ നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അയാൾ പറഞ്ഞു, വയൽ വാങ്ങി, എനിക്ക് വയലാണ് പ്രധാനപ്പെട്ടത്. മറ്റേയാൾ പറഞ്ഞു, എനിക്ക് കാളകളാണ് പ്രധാനപ്പെട്ടത്. മൂന്നാമതൊരാൾ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. എന്റെ ചേട്ടാ, വിവാഹം ഇപ്പൊ കഴിഞ്ഞോളാം മോനെ, ആ പെണ്ണിനെയും കൂട്ടിപ്പോ. നിങ്ങൾ 2 പേരും കൂടി ഓരോടത്തും അങ്ങനെ യാത്രയൊന്നും പോയിട്ടില്ലല്ലോ. ആ പെണ്ണിനെയും കൂട്ടി നിങ്ങൾ കല്യാണത്തിന് പോ. 4 ആൾ ആ പെണ്ണിന്റെ കഴുത്തിൽ കിടക്കണ സ്വർണ്ണമൊക്കെ കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ല, അവൻ അതിന് പോവില്ല. അവൻ പറയുകയാണ്, എനിക്ക് വരാൻ നിവൃത്തിയില്ല. ഞാൻ ഈ വ്യക്തിയുടെ, അതായത് ചില ആളുകൾ വസ്തുവിന്റെ പിറകെയാണ്, ചില ആളുകൾ ചലിക്കുന്ന മൃഗങ്ങളുടെ പിറകെയാണ്, ചില ആളുകൾ വ്യക്തികളുടെ പിറകെയാണ്. അവരുടെ കണ്ണും കാതും അതിൽ നിന്ന് വേർപെടുത്തി, അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കർത്താവിന്റെ മഹത്വം കാണാൻ തിരിച്ചു വെക്കാൻ അവർ തയ്യാറില്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ഇതുപോലെയുള്ള ആകർഷണങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ കണ്ണിനെ, കാതിനെ, കയ്യെ, കാലിനെ ഒക്കെ നമ്മൾ പിന്തിരിച്ച് അതിൽ നിന്ന് വേർപെടുത്തി കർത്താവിലേക്ക് തിരിയുന്നതിന്റെ പേരാണ്, ആ വേർപെടുത്തലിന്റെ പേരാണ് പരിത്യാഗമെന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതിനെയാണ് ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർക്ക് വേണ്ടി പറയട്ടെ, അസെറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. ഒരു പരിത്യാഗത്തിന്റെ
മോർട്ടിഫിക്കേഷന്റെ ഒരു ജീവിതമെന്ന് പറയുന്നത് ഈ വേണ്ട എന്ന് വെക്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വേണ്ട എന്ന് വെക്കാതെ ഇതിന്റെ തന്നെ പിറകെ നടന്നവർക്ക് ഈ കഥയിൽ എന്ത് സംഭവിച്ചു? കർത്താവ് അവർ ദാസരോട് പറഞ്ഞു, ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ അല്ലെങ്കിലും മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞുകൊണ്ട് അവരുടെ നഗരം പോയി അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞേക്കുന്നു. അവർ നശിച്ചുപോയി. അടുത്ത ഒരു ഉദാഹരണത്തിലേക്ക്, കുറച്ചുകൂടെ കട്ടി കൂടിയ ഉദാഹരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങളിൽ ഹല്ലേലൂയ. അപ്പോൾ 1-ാമത്തെ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ലോകത്തിൽ നിന്ന് എൻ്റെ കണ്ണ് പിന്തിരിഞ്ഞാലേ, എൻ്റെ കാത് പിന്തിരിഞ്ഞാലേ, എൻ്റെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് എൻ്റെ അധരം പിന്തിരിഞ്ഞാലേ എനിക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഹൃദയം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ തേടുന്നതിൽ നിന്ന് എൻ്റെ ഹൃദയം പിന്തിരിഞ്ഞാലേ കർത്താവിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ. നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവിൻ്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവിൻ്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവിൻ്റെ വചനം മാത്രമേ എൻ്റെ കാതുകൾ കേൾക്കാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ മാർഗം മാത്രമേ എൻ്റെ പാദങ്ങൾ തേടാവൂ. യേശുവെന്നൊരു മധുരനാമത്തെ ിലെന്നും ഞാൻ പൂജിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, സംഘവട്ടി വിളിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സൗണ്ടൊക്കെ വളരെ ക്ലിയറാണ്. കഴിഞ്ഞ ആഴ്ച ശരിക്കും വിഷമിച്ചു അല്ലേ? കഴിഞ്ഞ ആഴ്ച വിഷമിച്ചതിന് ഈ ആഴ്ച പ്രതിഫലം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചില ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആകസ്മികമായി എന്തോ സംഭവിച്ചതെന്നതുപോലെ പരിഭ്രാന്തരാകരുത്. അപ്പോൾ 4 മുതലുള്ള തിരുവചനങ്ങൾ. 1-ാം അധ്യായം രാജാക്കന്മാർ 1-ാം പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സോളമൻ രാജാവിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, നിനക്ക് എന്താണ് വേണ്ടത് അത് ചോദിച്ചോ. +2 പാസ്സായി നിൽക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നീറ്റ് എഴുതിയിരിക്കുന്ന കുട്ടികൾ പറയും, ഞങ്ങൾക്ക് 720-ൽ 720 വേണം. അഡ്മിഷന് വേണ്ടി 10-ാം ക്ലാസ് പാസ്സായിരിക്കുന്ന കുട്ടികൾ പറയും, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം. നിനക്ക് എത്ര മാർക്ക്, എത്ര A+ ഉണ്ട്? A+ ഒന്നുമില്ല, എല്ലാത്തിനും C+ ആണ്. അപ്പോ എന്താണ് വേണ്ടത്? ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന വിഷയം കിട്ടണം. ശരി, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ സോളമൻ രാജാവിനോട് ദൈവം ചോദിക്കുകയാണ്. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ബലിപീഠത്തിൽ അവൻ 1000 ദഹന ബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്കെന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. കുഞ്ഞെ, ഇന്ന് രാത്രി ദൈവം നിനക്ക്, ഇന്ന് രാത്രി ആവണമെന്നില്ല, ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കുമ്പോ ദൈവം നിന്നോട് ചോദിക്കുകയാണ്, എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക.
ഹല്ലേലൂയ. അതെ, ബലി അർപ്പിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ബലി അർപ്പിച്ചു കഴിഞ്ഞ് രാത്രി അവൻ സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ പറഞ്ഞു, എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇവൻ എസ്സേ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സോളമൻ. സോളമനോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സോളമൻ തന്റെ അപ്പനെ കുറിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്റെ അപ്പൻ വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ വ്യാപരിച്ചവനാണ്. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവന്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എന്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്തൊരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. കരമടിച്ച് നന്ദി പറയാം. സോളമൻ പറയുകയാണ്, ഈ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, ഒരു രാജാവെന്ന നിലയിൽ നീ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വിശ്വസ്തയോടുകൂടി പൂർത്തിയാക്കി മരിക്കാൻ എനിക്കാവശ്യമായ വിവേകം, ജ്ഞാനം നൽകണമേ. ഉറക്കെ വിളിക്കാം, ഈശോയേ. തുടർന്ന് എഴുതിയിരിക്കുകയാണ് 10. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ. അവിടെയാണ് പോയിന്റ്. സോളമന്റെ കണ്ണ് കിടക്കുന്നത് ശത്രു സംഹാരത്തിലല്ല. ഒരു രാജാവെന്ന നിലയിൽ സോളമന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് ശത്രുക്കൾ. ഒരു രാജാവിന്റെ ഏറ്റവും വലിയ പേടി എന്താണ്? ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുടെ ഏറ്റവും വലിയ പേടി എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തെ കാര്യമാണ്. അപ്പോ എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പില് തോക്കോ ജയിക്കോ? എന്തായാലും ഇപ്പൊ ഇലക്ഷൻ നടക്കാണ്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേടി എന്തായിരിക്കും? തോക്കൂ എന്നുള്ള അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? ശത്രു സംഹാരമായിരിക്കും, അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് ശത്രു സംഹാരത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്റെ എതിരാളികൾ നശിപ്പിക്കപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നില്ല അവൻ. പിന്നെ രാജാവിന്റെ അടുത്ത കണ്ണ് മുഴുവൻ എവിടെ ആയിരിക്കും? പരമാവധി സ്വത്ത് ശേഖരിക്കുക എന്നതിലായിരിക്കും. അതിലും ഇയാളുടെ കണ്ണുടക്കുന്നില്ല. പിന്നെ ഒരു രാജാവായി കഴിഞ്ഞ പിന്നെ അയാളുടെ ഒരു ആഗ്രഹം എന്തായിരിക്കും? ദീർഘായുസ്. അതും രാജാവാകണമെന്നില്ല, എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്, ഇല്ലേ? ഹല്ലേലൂയ. കാര്യം നമ്മൾ പറയുമ്പോ ഞാൻ അങ്ങനെ 80 വയസ്സ് വരെ ഒന്നും ജീവിക്കുകയില്ല എന്ന് പുറമേ പറയുമ്പോഴും ഉള്ളിൽ ഒരു ചിന്ത എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ഒരു സെഞ്ചുറി അടിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമെന്നായിരിക്കും, അല്ലേ? പറ്റാവുന്നത്രയും പോകുന്നത്ര, അല്ലേ അച്ഛാ? പോകുന്നത്രയും പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് ദീർഘായുസ് ചോദിക്കുന്നില്ല, സമ്പത്ത് ചോദിക്കുന്നില്ല, ശത്രു സംഹാരം ചോദിക്കുന്നില്ല. കാരണം എന്താണ്? ഇയാളുടെ മനസ്സ് അതിലൊന്നുമല്ല. നമ്മൾ എന്താണ് ചോദിക്കുന്നത് എന്ന് കേൾക്കുമ്പോ വായേന്ന് വരുന്നത് കേട്ടാൽ അറിയാം ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന്, അല്ലേ? അല്ലേ? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സോളമന്റെ ഈ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമായി. കാരണം സോളമൻ ഈ ലോകത്തിലെ കാര്യങ്ങളിലല്ല കണ്ണും ഹൃദയവും ഉറപ്പിച്ചിട്ടുള്ളത്. അവന്റെ ഹൃദയം കർത്താവിലും കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിലുമാണ്. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം ജ്ഞാനം തരുന്നതിലാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് പരിത്യാഗത്തിന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ ആസ്വദിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന് മറ്റുള്ളതിലൊക്കെ കണ്ണുടക്കി കിടന്നാൽ ദൈവമേൽപ്പിച്ച ദൗത്യത്തിൽ നമുക്ക് ഹൃദയം ഉറപ്പിക്കാൻ പറ്റില്ല.
വിവേകത്തിന് വേണ്ടി ചോദിക്കാൻ പറ്റില്ല, ജ്ഞാനത്തിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് കർത്താവിൽ ഹൃദയമുറപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയെ കുറിച്ച് വചനം പറയുകയാണ്, സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. സോളമൻ ചുരുക്കി പറഞ്ഞ സോളമൻ ചോദിച്ചത്, ദൈവമേ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ കൃപ തരണമേ. ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയേ, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ വരം തരണമേ. ഈശോയേ, നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ, ശക്തി നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. അബ്രാഹത്തെ ദൈവം വിളിച്ചു. അബ്രഹാം കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടത് ആരോടുകൂടെയാണെന്നറിയാവോ? സ്വന്തം ദേശമായ ഊർ ദേശത്ത് നിന്ന് അല്ലേ? അബ്രാഹത്തിന്റെ നാട് ഏതായിരുന്നു? ഊർ എന്ന് പറയുന്ന ദേശത്തായിരുന്നു. അവിടെ നിന്ന് അബ്രഹാം കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടത് ആരുടെ കൂടെയായിരുന്നു? പുറപ്പെട്ടപ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ ആരൊക്കെയാണ് ഈ കാനാൻ ദേശത്തേക്ക് പോയതെന്ന് എഴുതിയിട്ടുണ്ട്. സാറായും ലോത്തും. അവസാനം ചേട്ടൻ തോറ്റട്ടോ. ചേട്ടൻ ഒരു പ്രാവശ്യം തോപ്പിക്കണമെന്ന് അച്ഛനുണ്ടായിരുന്നു. ഹല്ലേലൂയ. സാറായും ലോത്തും കൂടെ ഉണ്ടായിരുന്നെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നാണ്? ദൈവം കൂടെ ഉണ്ടായിരുന്നു. ചേട്ടൻ തോറ്റാ പിന്നെ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 11:31. തേരഹ് എന്ന് പറഞ്ഞാൽ അബ്രഹത്തിന്റെ അപ്പൻ. തേരഹ് കൽദായരുടെ ഊറിൽ നിന്ന്, അതായത് അബ്രഹത്തിന്റെയും അബ്രഹത്തിന്റെ അപ്പന്റെ ഒക്കെ നാടായിരുന്നു ഊറിൽ എന്ന് പറയുന്ന സ്ഥലം. ഊറിൽ നിന്ന് എങ്ങോട്ട് പുറപ്പെട്ടു? കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അപ്പൊ പുറപ്പെട്ടപ്പോ അബ്രഹത്തിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? അപ്പനും കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ അപ്പനാണ് മകനെ കൊണ്ടുപോയതെന്ന് വേണമെങ്കിൽ പറയാം. ആരെ കൊണ്ടുപോയി എന്ന് എഴുതിയിട്ടില്ല. എന്തായാലും അപ്പൻ ഊരിൽ നിന്ന് പുറപ്പെട്ടു. മകൻ അബ്രഹാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായെയും അവൻ കൂടെ കൊണ്ടുപോയി. ഇവരെങ്ങോട്ടാ പോയത്? കാനാൻ ദേശത്തേക്ക്. ഈ കാനാൻ ദേശമാണ് വാഗ്ദാന ദേശം എന്ന് പറയുന്നത്. ഈ വാഗ്ദാന ദേശത്തേക്ക് ഇവര് പുറപ്പെട്ടപ്പോൾ അപ്പനും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? ഇവര് പോയി. അവർ ഹാരാനിലെത്തിയപ്പോ അപ്പന് തോന്നി ഇനി പോണ്ട. കാനാൻ ദേശത്തേക്കാണ് ഇവര് പോയത്. ഹാരാനിലെത്തി കഴിഞ്ഞപ്പോ അവിടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, സമയമില്ലാതിരുന്നോണ്ടല്ല, സമയം ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നുണ്ട്. കാരണം തേരഹ് മരിച്ചത് 205 വർഷം ജീവിച്ചിരുന്നു. വേണോന്ന് വിചാരിച്ച പോകായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഈ അപ്പം മരിച്ചതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ തിരുവചനം, ഹാരാനിൽ വെച്ച് ഈ അപ്പൻ മൃതി അടഞ്ഞു. അപ്പം മരിച്ചു. ഇവരെവിടെ പോകാൻ വേണ്ടി യാത്ര പുറപ്പെട്ടതാണ്? കാനാൻ ദേശത്തേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ എവിടെ കെട്ടിക്കിടക്കാണ്? ഹാരാനിൽ കെട്ടിക്കിടക്കുകയാണ്. ചില ആളുകള് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കെട്ടി പുറപ്പെട്ടതാണ്. കെട്ടും കടയൊക്കെ ആയിട്ട് പുറപ്പെട്ടതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ ഇത് പോക്ക് ഇത്തിരി പ്രയാസമാണെന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പൊ ഹാരാനിൽ ഒന്നിനും കുറവില്ലല്ലോ. ഉണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ ഈ കഷ്ടപ്പെട്ടു അങ്ങോട്ട് പോകണം? ഇവിടെ കിട്ടിയതൊക്കെ അവിടെ ചെന്ന് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോ ഈ കിട്ടിയതൊക്കെ കൂടി കെട്ടിപ്പിറക്കി പോകാൻ വയ്യ, ഇവിടെ തന്നെ അവിടെ ചത്തൊടുങ്ങാം എന്ന് പറയുന്ന നമ്മളല്ല, നിങ്ങളെ കുറിച്ചല്ല.
ഇപ്പോ ഇവിടെ കിട്ടിയതിൽ തന്നെ ഹൃദയമുടക്കി കിടക്കുന്ന, ഇനി മുന്നോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് അവിടെ കിടക്കുന്ന ജീവിത രീതിയുള്ള ചില ആളുകളുണ്ട്. മൊബൈൽ ഒരെണ്ണം കിട്ടി, ഇനിയിപ്പോ അതിൽ തന്നെ അങ്ങ് കെട്ടിക്കിടക്കാം. TV ഒരെണ്ണം കിട്ടി, അതിൽ കെട്ടിക്കിടക്കാം. ഒരു കൂട്ടുകെട്ട് ഒരെണ്ണം കിട്ടി, എത്ര വലിച്ചതാണെങ്കിലും ഇനി അതിനകത്ത് തന്നെ അങ്ങ് കെട്ടിക്കിടക്കാം. അങ്ങനെ കെട്ടുപിണഞ്ഞ് ഇവിടെ തന്നെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് 205 കൊല്ലം ജീവിച്ച് അവിടെ കിടന്ന് മരിക്കുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോ 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു. എടാ, എവിടെ പോവാന്ന് വിചാരിച്ചാണ് വീട് ഇറങ്ങി പോകുന്നത്? കാനാൻ. എവിടെ കിടക്കുന്നത്? ഹാരാനില്. എഴുന്നേക്ക്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. അപ്പൊ ഇത്രയും നാള് അബ്രഹാം ഇറങ്ങിപ്പോയി. അപ്പൊ ഇത്രയും നാൾ ആരായിരുന്നു അവന് തടസ്സം? അപ്പനായിരുന്നു. അപ്പം വിടണുണ്ടായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, ഞാൻ എന്റെ അപ്പന്റെ മൃതസംസ്കാര കർമ്മം ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പൻ അതിന് മരിച്ചോ? ഇല്ല, മരിച്ചിട്ടില്ല. മരിക്കുമല്ലോ. മരിച്ചടക്ക് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഈശോ പറഞ്ഞു, മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീ പോയി ദൈവരാജ്യം പ്രഘോഷിക്കെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴുള്ളതിൽ നിന്ന് പിന്തിരിയാതെ ആവർത്തിച്ച് പറയുന്ന പോയിന്റ് അതാണ്. ഇപ്പോൾ നിന്റെ ഹൃദയം എവിടെയാണോ ഉടക്കി കിടക്കുന്നത്, എവിടെയാവാം. ഒരാളുടെ മനസ്സ് ബിസിനസ്സിലാവാം, വേറൊരാളുടെ മനസ്സ് കൃഷിയിലാകാം, വേറൊരാളുടെ മനസ്സ് മക്കളിലാകാം. ഇന്നലെ കഴിഞ്ഞ റീത്ത പുണ്യവാളത്തിയുടെ തിരുനാളായിരുന്നു. ഇന്നലെ ആയിരുന്നു. റീത്ത പുണ്യവാളത്തിയുടെ കഥ നമുക്കറിയാം. 2 മക്കളുണ്ടായിരുന്നു, നല്ല മിടുമിടുക്കൻ മക്കൾ. പക്ഷെ ഇവരുടെ പിതാവിനെ ഒരാൾ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനെ കൊന്നവരെ കുറിച്ച് ഇളയപ്പന്റെ കൂടെയാണ് 2 ആമക്കള്, നല്ല മിടുക്കന്മാർ, 8 വയസ്സും 10 വയസ്സുള്ള നല്ല തെറുപ്പം പിള്ളേര്. ഇളയപ്പന്റെ അടുത്ത് നിന്നപ്പോ ഇളയപ്പൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ അപ്പനെ കൊന്നത്, എന്റെ ചേട്ടനെ കൊന്നത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞു കൊടുത്ത് വിഷം കുത്തിവെച്ച് ഈ പിള്ളേര് വളർന്നു. ഈ പിള്ളേര് വളർന്ന് ഇത്തിരി തണ്ടും തടിയൊക്കെ ആയപ്പോ ഇവരുടെ ആഗ്രഹം എന്താണ്? അപ്പനെ കൊന്നവനെ കൊല്ലണം. ഇവര് അതിനുവേണ്ടി പദ്ധതികൾ ഒരുക്കുന്നത് അപ്പുറത്തെ മുറിയിലിരുന്ന് ഈ അമ്മ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ഹൃദയം ഈ മക്കളാണ്. എല്ലാ അമ്മമാരുടെയും ഹൃദയം തുടിക്കുന്നത് മക്കൾക്ക് വേണ്ടിയല്ലേ? പോരാത്തതിന് അപ്പനില്ലാത്ത മക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ് ഈ അമ്മ. ചങ്കും കരളും പറിച്ചു കൊടുത്തു, ചോര നീരാക്കിയിട്ട് ഈ അമ്മ ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോ ഈ മക്കള് പറയാണ്, നമുക്ക് അവനെ കൊല്ലണം. ഈ അമ്മ എന്ത് പ്രാർത്ഥിച്ചെന്നറിയാവോ? നമ്മുടെ അമ്മമാരാണെങ്കിൽ പ്രാർത്ഥിച്ചാനെ, അവര് കൊല്ലാൻ പോകുമ്പോ അവർക്ക് ഒരാപത്തും വരുത്തരുത്. ഹല്ലേലൂയ. ഇല്ല, നമുക്ക് പേടിയാണ്. നമ്മുടെ മക്കൾ എങ്ങനെ ഇനി കൊല്ലാൻ പോകുമ്പോ അവർക്ക് ഒരാപത്തും വരരുത്. കൊന്നു കഴിഞ്ഞാലും അവരെ പോലീസ് പിടിക്കല്ലേ. ഹല്ലേലൂയ. ഈ അമ്മ പ്രാർത്ഥിച്ചു, എന്റെ ഈ മക്കൾ ദൈവത്തിനെതിരെ ഒരു പാപം ചെയ്ത് നരകത്തിൽ പോകുന്നതിന് മുമ്പ് എന്റെ ദൈവമേ, ഈ മക്കൾക്ക് രോഗം വന്ന് അവർ മരിക്കട്ടെ. ഈ അമ്മയുടെ ഹൃദയം ഈ മക്കളിലല്ലെന്ന്, സ്വർഗത്തിലും ഇവർക്ക് ജന്മം കൊടുത്ത ദൈവത്തിലുമായിരുന്നു ഈ അമ്മയുടെ ഹൃദയം എന്നത്. അങ്ങനെയാണ് അവൾ പുണ്യവതിയായത്. അങ്ങനെ ഈ 2 മക്കൾക്കും വയറ്റിളക്കം പിടിച്ചു. ഡയറിയ ബാധിച്ചാണ് ഈ 2 മക്കൾ മരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ മരിച്ചപ്പോ അമ്മയ്ക്ക് സന്തോഷം. എന്താണ്? എന്റെ മക്കൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പാപം ചെയ്യാൻ ദൈവം അവരെ അനുവദിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വിളി വന്നു. SI ആണ് അപ്പുറത്ത്. ചേട്ടന്റെ 17 വയസ്സുള്ള മകനെ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് പോലീസ് പൊക്കിയിട്ടുണ്ട്. പിക്നിക്കിന് പോയതാണ്, കാർ എടുത്തു, 4 വണ്ടിയില്. 1 ലൈസൻസ് ഇല്ല, 2 കഞ്ചാവും മദ്യം ഒക്കെ ഉണ്ട്. എല്ലാം കൂടി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഈ അപ്പം പറഞ്ഞു, എന്റെ കൊച്ചങ്ങനെ ചെയ്യാല. അപ്പൊ SI ദേഷ്യപ്പെട്ട് പറഞ്ഞു, എന്നാ ചേട്ടന്റെ ആയിരിക്കില്ല, ചേട്ടന്റെ ആണെന്നാണ് കൊച്ചു പറയുന്നതെന്ന്. ഹല്ലേലൂയ. എന്തായാലും ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പറഞ്ഞു, കൊച്ചിനെ വിട്ടാക്കാൻ പറഞ്ഞു. അല്ല, അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല, വിട്ടില്ലെങ്കിൽ താൻ വിവരം അറിയോന്ന് പറഞ്ഞു. SIനെ അങ്ങോട്ട് പേടിപ്പിച്ചിട്ട് SIക്ക് ഒരു ട്രാൻസ്ഫർ ഒക്കെ മേടിച്ചു കൊടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ SIനെ പേടിപ്പിച്ച് കൊച്ചിനെ ഇറക്കിക്കൊണ്ടു വന്നു. ഒരു അധികം നാൾ കഴിഞ്ഞില്ല, വേറൊരു വാഹന അപകടത്തിൽ ഈ പയ്യൻ മരിച്ചു. പ്രിയപ്പെട്ടവരെ, മക്കൾ തെറ്റ് ചെയ്യുമ്പോ അത് തിരുത്താനല്ല, തെറ്റ് ചെയ്തവനെ ശിക്ഷിച്ചവന് അവനെതിരെ പ്രതികാരം ചെയ്യുന്ന മാതാപിതാക്കൾ. ടീച്ചർ കുട്ടിയെ അടിച്ചു, കുട്ടിയെ അടിച്ച ടീച്ചറെ സസ്പെൻഡ് ചെയ്യണം. തെറ്റ് ചെയ്ത കുട്ടിക്ക് ഒന്നും വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ ഹൃദയമുടക്കി കിടക്കുന്നത് കർത്താവിലല്ലെന്ന്. പിന്നെ എവിടെയാണ്? കർത്താവിലല്ല, ഈ മക്കളിലാണ്. കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിയുടെ അപ്പനും അമ്മയും വിശുദ്ധര. വിശുദ്ധ ലൂയിസ് മാർട്ടിനും വിശുദ്ധ സെലിൻ ഗൊരിനും 9 മക്കളെ പ്രസവിച്ച അമ്മയാണ് അവൾ. 4 മരിച്ചുപോയി, ബാക്കി ജീവിച്ചിരുന്നത് 5 പേരാണ്. ഈ 5 പേരിൽ മൂത്തയാള് പറഞ്ഞു, ഞാൻ മിണ്ടാമഠത്തിലേക്ക് പോകുന്നു. അപ്പനും അമ്മയും കൂടെ അവളെ യാത്രയാക്കി. അടുത്തവള് പറഞ്ഞു, ഞാനും മിണ്ടാമഠത്തിലേക്ക് പോകുന്നു. പോയി. അടുത്ത ആളും പോയി. അങ്ങനെ 2 പേര് ബാക്കിയുണ്ട് വീട്ടിൽ. 2 പേര് ബാക്കിയുണ്ട്. കൊച്ചു ത്രേസ്യയും കൊച്ചു ത്രേസ്യയുടെ തൊട്ടുമൂത്ത ചേച്ചിയും ബാക്കിയുണ്ട്. കൊച്ചു ത്രേസ്യ പറഞ്ഞു, എനിക്കും മിണ്ടാമഠത്തിൽ ചേരണം. അപ്പോഴേക്കും അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പന് ഈ കൊച്ചു ത്രേസ്യ എന്ന് പറഞ്ഞാൽ ചങ്കാണ്, ഹൃദയമാണ്. ഈ മകള് മിണ്ടാമഠത്തിലേക്ക് പോയി. മിണ്ടാമഠത്തിലേക്ക് സ്നേഹത്തോടുകൂടെ അയച്ചു. എങ്കിലും ഒരു ഹൃദയഭാരമുണ്ടല്ലോ, ഹൃദയവേദനയുണ്ടല്ലോ. ആ ഹൃദയവേദനയിൽ ഈ അപ്പന് പിന്നീട് മാനസിക നില തെറ്റി. പ്രിയപ്പെട്ടവരെ, 5 മക്കളെയും ദൈവത്തിന് കൊടുത്തു. ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ വിശുദ്ധ ലൂയിസ് മാർട്ടിനും വിശുദ്ധ സെലിൻ ഗൊരിനും കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹൃദയം നീ ദൈവത്തിലേക്ക് പിന്തിരിയണമെങ്കിൽ, ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിയണം. ഒരു മകൻ പറഞ്ഞു, അപ്പാ എനിക്ക് സെമിനാരി പോണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, സ്നേഹത്തോടുകൂടെ ഒക്കെ അപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, +2 കഴിഞ്ഞിട്ട് പോവാ. ശരി. +2 കഴിഞ്ഞപ്പോ അവൻ വീണ്ടും പറഞ്ഞു, അപ്പ എനിക്ക് സെമിനാരി പോണമെന്ന് പറഞ്ഞു. ഈ അപ്പന്റെ ഹൃദയത്തിൽ ഇവനെ വിടാൻ ഇഷ്ടമല്ല, അത് തന്നെ. കൊച്ചിങ്ങനെ നിൽക്കണം. അപ്പം പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഇപ്പൊ അവൻ ഒരിടത്തും പോണ്ട. അവനിപ്പോ ഒരു പണിക്കും പോകുന്നില്ല, അവൻ വീട്ടിൽ തന്നെ ഉണ്ട്. അവൻ ഇപ്പൊ അപ്പം വന്നിട്ട് ഇപ്പൊ പറയാണ്, അന്ന് ഞാൻ അവനെ വിടാതിരുന്നത് ഒരു തെറ്റായിരുന്നു എന്ന്. തെറ്റായിരുന്നോ? ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിൽ നിന്റെ മകന് നിന്റെ മകൾക്ക് ഒരു ദൈവവിളി ഉണ്ടെന്ന് അവൾക്ക് തോന്നുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാനാണ് ദൈവം നിന്നെ ഒരു അപ്പനും അമ്മയുമാക്കി മാറ്റിയിരിക്കുന്നത്. അവനെ നിനക്ക് വേണ്ടി തന്നെ പിടിച്ചു വെക്കാനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ച ഒരാളാണ് തേരഹ്, അതായത് അബ്രഹത്തിന്റെ അപ്പൻ.
ഹാരാനിൽ തന്നെ അവനെ ഇങ്ങനെ പിടിച്ചു നിർത്തി. ഒടുവിൽ അപ്പം മരിക്കണ്ട വന്നു അവന് പോകാൻ, ദൈവവിളി വീണ്ടും കിട്ടാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു വലിയ യാത്ര ഇങ്ങനെ പറഞ്ഞ് വളരെ പതുക്കെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. സ്പീഡ് കൂട്ടേണ്ട സമയത്ത് അച്ഛൻ കൂട്ടിക്കോളാം. ഇപ്പോ അത്യാവശ്യം സമയമായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ ദൈവത്തെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിലുള്ള പലതിൽ നിന്നും പിന്തിരിയണം. നാം പിന്തിരിയേണ്ട ഓരോ ഘടകങ്ങളെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായി ധ്യാനിച്ച്, ആഴത്തിൽ, പരപ്പിലല്ല, നമ്മൾ ആഴത്തിൽ ധ്യാനിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.